ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് അന്വേഷിച്ചു വീഡിയോ ഇടുന്നത്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എക്കീൻ ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ട് നിപ്പുണ്ടായിരുന്നു. നമ്മുടെ ടൂർ പാക്കേജിന്റെ ആളാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ബാക്കു എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വ്യൂ ആണ്. ശരിക്കും നമ്മളെ ജിദ്ദയിലെ ക്ലൈമറ്റിൽ നിന്ന്, ചൂട് ക്ലൈമറ്റിൽ നിന്ന് ഒരു തണുത്ത ഒരു കാറ്റും ക്ലൈമറ്റൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും നല്ലൊരു ഫീലായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ ആ ക്ലൗഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടുത്തെ ആ ക്ലൗഡിന് ഒരു പ്രത്യേകതരം ഭംഗിയാണ്. ഈ ബിൽഡിങ്സ്, എല്ലാ ബിൽഡിങ്സും യുണീക്കായിട്ടുള്ള ആർക്കിടെക്ചറാണ്. ആ വ്യൂവിന്റെ പുറകില് ആ ക്ലൗഡിലൂടെ കാണുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു ഇവിടുത്തെ. നമ്മുടെ ആ ഫസ്റ്റ് നമ്മൾ എത്തിയപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ ഒരു ഫീൽ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു ട്രിപ്പ് പോകാൻ എന്തുകൊണ്ട് വൈകി എന്നുള്ളൊരു കുറ്റബോധം തോന്നി. കാരണം എപ്പോഴും പറയാം നമുക്കൊരു ട്രിപ്പ് പോകാമെന്ന്, പക്ഷെ എന്തുകൊണ്ടോ അതിങ്ങനെ വൈകി ഇരുന്നു. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു കുറ്റബോധം തോന്നുന്നത്. നിങ്ങൾ വൺസ് എപ്പോഴെങ്കിലും ഒരു ട്രിപ്പ് പോകുന്നത് നല്ലതാണ് ഗൈസ്. അപ്പൊ ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് സിം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ള ആദ്യത്തെ ഒരു സ്പാം എന്ന് പറയുന്നത്, ഇവിടെ സിം എടുക്കുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് തന്നെ ബാലൻസ് ചെക്ക് ചെയ്തിട്ട് തന്നെ പോവുക. അപ്പൊ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങളുടെ ബാലൻസ് ഡേറ്റ തീർന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഇത് അസർബൈജാനി മന്നത്താണ്, ഇവിടുത്തെ കറൻസി മന്നത്താണ് കേട്ടോ. അപ്പൊ ഒരു മന്നത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പി 50 രൂപ 43 പൈസയാണ്. പിന്നീട് ഞങ്ങൾക്ക് കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ മേടിക്കണമായിരുന്നു. ഇവിടെ കുറേ വെറൈറ്റി സ്നാക്സ് ഒക്കെ കണ്ടു. കുഞ്ഞ് ഫ്ലൈറ്റിൽ വെച്ച് തന്നെ ഉറങ്ങാൻ തുടങ്ങിയതാണ്. പിന്നെ അവൻ എണീക്കുന്നത് കാറിൽ വെച്ചാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ, ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. നല്ലോണം വിശപ്പ് കയറി തുടങ്ങി. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് മൾബറിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കുറ്റിച്ചെടികളായിട്ടൊക്കെ വളരുന്ന മൾബറിയാണ്. ഇവിടെ ഇത് തണൽ വൃക്ഷങ്ങളാണ്, തണൽ മരങ്ങളായിട്ട് വെച്ചേക്കാണ്. നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇവിടെ ഇത് ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിരിക്കും. പക്ഷെ ഇത് നമ്മൾ ഒരു മരമായിട്ട് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായി. നല്ല മധുരമൊക്കെയുള്ള മൾബറി ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ റെസ്റ്റോറന്റ് ഇതാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു, ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ഇവിടെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ കുറേ സ്പെഷ്യൽ സ്വീറ്റ്സ്, സ്നാക്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇത് ഇവിടുത്തെ ടീ എന്ന് പറയുന്നത് സ്പെഷ്യലാണ്. അസർബൈജാനിലെ ടീ മസ്റ്റ് ട്രൈ ആണ്. അവിടെ ടീ പൗഡറും ടീ ലീവ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സും, പിന്നെ അതുപോലെ ഇവിടുത്തെ സ്വീറ്റ്സും, ഇവിടുത്തെ സ്പെഷ്യൽ സ്വീറ്റ്സ് ഒക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഷോ പീസസ് അങ്ങനെയൊക്കെ. ഇവിടുത്തെ ഏത് റെസ്റ്റോറൻറ്റ്സിൽ പോയാലും നല്ലൊരു വൈബാണ്. നമുക്ക് കണ്ടിരുന്ന ടൈം പോകുന്നത് അറിയത്തില്ല. അതേപോലെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു എൻവയോൺമെൻ്റ് ആണ് ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും. സത്യം പറഞ്ഞാൽ മെനു കൊണ്ട് തന്നപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ഒന്നും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ കൊണ്ടുപോയതെല്ലാം നല്ല റെസ്റ്റോറൻറ്റുകളിലാണ്. നല്ല ടേസ്റ്റി ഫുഡാണ്. നമുക്ക് ഒരിക്കലും നമ്മുടെ നാടൻ ഫുഡോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡൊന്നും മിസ് ചെയ്യത്തില്ല. അത്രയ്ക്കും നല്ല ടേസ്റ്റി ഫുഡാണ്. പിന്നെ ഈവൻ നിങ്ങൾക്ക് നമ്മുടെ ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ്
എവിടെ ചെന്നാലും അവിടുത്തെ ഫുഡൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇവിടുത്തെ അസർബൈജാനിലെ ഒരു സ്പെഷ്യലാണ്, അല്ലെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ഫുഡാണ് ഇവിടുത്തെ സാലഡ്സും ബ്രെഡും. അത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മളുടെ നമുക്ക് എത്ര നേരം ഇത് കഴിച്ചാലും എപ്പോൾ കഴിച്ചാലും അത് മടുക്കത്തില്ല. കാരണം ആ ബ്രെഡൊക്കെ നല്ല ചൂടോടാണ് കിട്ടുന്നത്. സാലഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഫ്രഷാണ്. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് ഇവിടുത്തെ ഈ സാലഡും ഇവിടുത്തെ ആ ബ്രെഡും കേട്ടോ. നെക്സ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫുഡാണ് കേട്ടോ ഈ പിലാവ്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഫുഡാണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ മെയിനായിട്ട് ഇവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫുഡിൽ ഒന്നാണ് ഈ ഒരു പിലാവ്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ചിക്കനും അതുപോലെ ആപ്രിക്കോട്ടും റൈസിൻസ് ഒക്കെ, അതായത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് അതുപോലെ ആപ്രിക്കോട്ട് നിറയെ ഇതിനകത്ത് ഇട്ടേക്കും. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വൺസ് അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടോടെ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈ മേലുള്ള കട്ട് ചെയ്ത ബ്രെഡ് ഉണ്ടല്ലോ, അതും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ റൈസും ആ ബ്രെഡും കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വൺസ് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഈ സാലഡ്സും അതുപോലെ ഈ പിലാവും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഇവിടുത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട്. പക്ഷെ ഇച്ചിരി ഓവർ റേറ്റഡ് ആയിപ്പോയി. പിന്നെ പല സ്ഥലങ്ങളിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിലും ഈവൻ ഒരേ ഡിഷ് തന്നെയും പല റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉള്ളത് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ കണ്ട ഹാളെന്ന് പറയുന്നത് ഇവിടുത്തെ ഈവൻറ്റ്സ് ഒക്കെ നടക്കുന്ന ഹാളാണ്. ഇപ്പം ഇവിടെ എൻഗേജ്മെന്റ് നടക്കുന്ന ഹാളാണ് കേട്ടോ. അത് ഇവർ ഡെക്കറേറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ കണ്ടപ്പോൾ അവർ നമ്മുടെ ഇന്ത്യൻ സോങ്സ് ഒക്കെ വെച്ചിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് നിറയെ ഇതുപോലത്തെ ഷോ പീസസ് ഒക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഷോ പീസ് അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് എങ്കിലും മേടിക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമുക്ക് അത് കാണുമ്പോൾ ഉള്ളൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ മൾബറി ട്രീ. ഇത് കണ്ടോ, ഇത്രയും വലിപ്പമുണ്ട്. ഇവിടെ എല്ലാം തണൽ മരങ്ങളായിട്ട് വെച്ചേക്കുന്നത് ഈ മൾബറി ആണ് കേട്ടോ. നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നും, പക്ഷെ ഇവിടെ എല്ലാവർക്കും കോമൺ ആയിരിക്കുമല്ലോ ഇത് നിറയെ കായ്ച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഈവൻ വീടുകളിലും റോഡിന്റെ സൈഡിലും ഒക്കെ ഇത് ഗ്രേപ്സ് ആണ് കേട്ടോ. ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. ഇതും ഇവിടെ കോമൺ ആണ്. അത് നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് റൂമിലോട്ടാണ്. നമ്മൾ എടുത്തേക്കുന്ന വില്ലയാണ് കേട്ടോ. ഒരു വില്ലയായിട്ടാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സിറ്റിയിൽ നിന്ന് കുറച്ചധികം ദൂരവും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വിചാരിച്ചത് കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് എക്കിക്കൊക്കെ ഓടി കളിക്കാനൊക്കെ ഉള്ള കുറച്ച് സ്പേസ് ഒക്കെ ഉള്ള സ്ഥലം എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് ഒത്തിരി ഉള്ളിലോട്ട് കയറിപ്പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫുഡിനും എല്ലാത്തിനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റിയിലുള്ള ഏതെങ്കിലും ഹോട്ടൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ മെയിൻ സ്പോട്ടിലോട്ട് പോകാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഫുഡും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് നടക്കാൻ പോകാനൊക്കെ എപ്പോഴും നല്ലത് സിറ്റി തന്നെ
റൂം അല്ലെങ്കിൽ നോക്കുന്നതായിരിക്കും. വില്ലയൊക്കെ സിറ്റിയിലാകുമ്പോഴത്തേക്ക് റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പൊ ഈ വില്ലയില് സ്വിമ്മിംഗ് പൂളും കുറെ സ്പേസ് കളിക്കാനൊക്കെ ഉള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 റൂമും ഹാളും കിച്ചണും ബാത്റൂം ഒക്കെ ഉള്ള ഒരു വില്ലയാണ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഈ വില്ല സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം വൺ തിങ് എന്ന് വെച്ചാൽ ഒട്ടും ക്ലീൻ അല്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സിറ്റിയിലോട്ട് എത്തണമെങ്കിൽ തന്നെ ഒരു 40 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ സ്പോട്ടിലോട്ട് പോകണമെങ്കിൽ വീണ്ടും കുറെ ട്രാവലിംഗ് ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ റൂം സജസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ മെയിനായിട്ട് റൂം എടുക്കുന്നുണ്ടെങ്കിൽ മെയിൻ സിറ്റി തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. വില്ലയോ അല്ലെന്നുണ്ടെങ്കിൽ ഹോട്ടലോ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.